ഇന്ന് പൗലോ കൊയ്ലോയുടെ ജന്മദിനത്തിൽ ലോകം അദ്ദേഹത്തെ ഓർക്കുന്നത് ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന നിലയിലാണ്. പക്ഷെ ഞാൻ എത്തിയിരിക്കുന്ന ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെ പറ്റി സംസാരിക്കാനല്ല, മറിച്ച് ഈ പുസ്തകത്തെ പറ്റി സംസാരിക്കാനാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ തിളങ്ങുന്ന വെളിച്ചത്തിലെ പിന്നിലുള്ള സ്വപ്നങ്ങളെ കുറിച്ച് പറയാനായിരുന്നില്ല പൗലോ കൊയ്ലോ അന്ന് അവിടെ എത്തിയത്, മറിച്ച് ആ സ്വപ്നങ്ങളുടെ പിറകിലുള്ള പേടി സ്വപ്നങ്ങളെ പറ്റി പറയാനായിരുന്നു. ഇഗോർ എന്ന് പറയുന്ന ശക്തനായ കോടീശ്വരൻ നാശത്തിലൂടെ സ്നേഹത്തെ തെളിയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ ചുവന്ന പർവ്വതാനി ഇരുണ്ടതും കൂടുതൽ രക്തരൂഷിതവുമായി. ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു പൊട്ടിയ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിള്ളലുകളിലൂടെ ഒറ്റപ്പെടലും നിരാശയും ഏകാന്തതയും ഒഴുകുന്നുണ്ട്. പൗലോ കൊയ്ലോ എന്ന വ്യക്തിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ച വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, അതിന്റെ വില എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടിയ വ്യക്തി എന്ന നിലയിലും കൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ വിജയ് ഏകനാണ്.